ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്ന് ഞാൻ നെക്കും കൈയും എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും കൺഫ്യൂഷനൊന്നും ആണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പോൾ 2 ഇഞ്ച് വീതിയും അതുപോലെ എത്ര ലെങ്ത്ത് വേണ്ട ആ ഒരു ലെങ്ത്തുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ പീസ് തന്നെയാണ്. അതുപോലെ 2 ഇഞ്ച് വീതിയുള്ള വേറൊരു പീസ്, അത് കൈയിൻ്റെ ബോർഡർ വെക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിന് വേണ്ട ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് ഇല്ലേ, അതും അതിൻ്റെ ബാക്കിൽ വേണ്ട ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ താഴെ ഈ ടോപ്പിന് സെൻട്രലായിട്ട് വെക്കുന്ന ഒരു പീസാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പീസാണ്. 4 ഇഞ്ച് വീതിയും 11 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കുറേയൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട. ഞാൻ കറക്റ്റ് വിശദമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയ ലേസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ നെക്ക് വേണ്ടത് വെച്ചാൽ 6 ഇഞ്ച് വീതിയും 5.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ നെക്ക് വേണ്ടത്. അപ്പോൾ 6ൻ്റെ നേരെ പകുതി 3 ഇഞ്ചല്ലേ, അപ്പോൾ 3, അപ്പോൾ 3ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ 4 ഇഞ്ച് വേണം ഒരു വശത്തെ വീതി. അപ്പോൾ 4 4 8 ഇഞ്ച് വീതിയും അതുപോലെ താഴോട്ടേക്ക് 5.5 മേലയിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണ്ടേ, അതിന് വേണം. അതുപോലെ 1 ഇഞ്ച് താഴോട്ടേക്കും വേണം. അങ്ങനെ 7 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ എടുത്തിട്ട് എത്ര വെച്ചാൽ 8 ഇഞ്ച്, ടോട്ടൽ 8 ഇഞ്ച് വീതിയും 7 ഇഞ്ച് ലെങ്ത്തിലും ഒരു സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയേ, ആദ്യം 3 ഇഞ്ച് ഞാൻ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി. പിന്നെ നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. വെച്ചാൽ 1/2 ഇഞ്ച് മേലയിൽ നമുക്ക് ഷോൾഡറിന് സ്റ്റിച്ച് ചെയ്യാൻ വേണം. അങ്ങനെ 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അതായിരിക്കണം നമ്മുടെ ഈ ക്യാൻവാസിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇത് നോക്കിയേ, 3 ഇഞ്ച് തന്നെ താഴെയും കൂടി വീതി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേ. എന്നിട്ട് ഫ്രഞ്ച് കേവ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കേവ് കൊടുക്കാം. ഓക്കെ, ഇത് വളരെ സ്ലോയിലാണ് പറയുന്നത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും എന്താ പറയുക, ഇത്ര നല്ല രീതിയിൽ എന്നല്ല, എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ സ്ലോയിൽ ഞാൻ പറയുന്നുണ്ട്. ഫ്രഞ്ച് കേവ് ഉപയോഗിച്ച് നമുക്ക് റൗണ്ട് ആക്കി കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ എനിക്കൊരു മീഡിയം ആയിട്ടുള്ളൊരു നെക്ക് തോന്നി ഇതാണ് കേട്ടോ. നല്ലൊരു അളവാണ്, കറക്റ്റ് അളവാണ്, എനിക്ക് കറക്റ്റ് അളവാണ്. 1/2 ഇഞ്ച് ഞാൻ മേലെ മാർക്ക് ചെയ്താണ്ട. ഇത് നോക്കി താഴ്ക്കിട്ടെ, 5.5 കറക്റ്റ് കിട്ടിയില്ലേ. ഈ ഉള്ളിലുള്ള അളവാണ് നമ്മുടെ നെക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കിയേ, ഉള്ളിലുള്ള ഈ ഒരു കറക്റ്റ് 5.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 6 ഇഞ്ച് വീതിയിലും ഒരു നമുക്ക് നെക്ക് കിട്ടേണ്ട എത്രയാണോ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ മേലെയുള്ള ഒരു 1/2 ഇഞ്ച് ഞാൻ കട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ നെക്ക് കുറച്ചൊരു വിടർന്നു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാത്തത്. അപ്പോൾ അതവിടെ തന്നെ വെച്ച് എന്നിട്ട് അതിനെടുക്കേണ്ട തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം വേണം. 1/2 ഇഞ്ചോളം ചുറ്റും വലിപ്പം കൂടുതലുള്ള തുണി എടുക്കണം കേട്ടോ. ഇനി വേണ്ട വെച്ചാൽ നമ്മൾ ടോപ്പിനെ 2ആയിട്ട് മടക്കി വെച്ച് നമ്മൾ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ട്രൈറ്റ് ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2ആക്കിയിട്ട് ഇപ്പോൾ മോശവശമാണ് മടക്കി വെച്ചതിന് ശേഷം 5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴെ വരെ മാർക്ക് ചെയ്യണേ. ഞാൻ ഇത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേന്നുള്ളൂ. താഴെ വരെ മാർക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്കെയിൽ വെച്ച് ലൈൻ കൊടുക്കുക. എന്നിട്ട് നോക്കിയതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. ഇത് വെച്ചാൽ ആ മടക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈന് അപ്പുറം ഇപ്പുറം ലൈൻ കൊടുത്താലും മതി. ഇത് നോക്കിയേ, കറക്റ്റ് 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, തുണി എക്സ്ട്രാ ഉള്ളതല്ലോ. എന്നിട്ട് മധ്യത്തിൽ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ഇത് വെച്ചാൽ സെൻറ്റർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിയേ, അടുത്ത നെക്കിന് വെക്കേണ്ട ഈ പീസ് ക്യാൻവാസുമായിട്ട് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 ഇഞ്ച് വീതിയും അതുപോലെ 11 ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു പീസ് എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യേണ്ട വശം ഉണ്ടാവില്ല, അതൊന്ന് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ചെയ്തിട്ടില്ല പ്രശ്നമൊന്നുമില്ല, നമുക്കിപ്പോൾ ഒരു 1/2 ഇഞ്ച് ഒരു സുമാർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞില്ല സ്ട്രൈറ്റ് പീസ് എടുത്തിന്, സ്ട്രൈറ്റ് പീസിൽ 2 ഇഞ്ച് വീതിയിലല്ല എടുത്തത്. അതിപ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് പീസില്ല, അതിന് ചുറ്റും വേണ്ട ഒരു പീസാണിത് കേട്ടോ. അതിന് എത്രയാണോ അളവ് വേണ്ടത് ഒരു അളവിലെടുക്കണം. എന്നിട്ട് ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇസ്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതം 2 വശത്തായിട്ട് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ക്യാൻവാസ് പേപ്പർ വെക്കുന്ന നേരം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ മടങ്ങിയിട്ട് അവിടെ നിൽക്കും. വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റിൽ തന്നെ നിൽക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഒരു പീസിൽ, ഈ ബ്ലാക്ക് പീസിൽ 1/2 ഇഞ്ച് ആദ്യം തന്നെ അര ഇഞ്ച് വിട്ടതിന് ശേഷം പിന്നെ ഓരോ ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇഞ്ചിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ 2 സൈഡിലും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇത് എത്ര ഉണ്ട് നമ്മൾ എണ്ണിയതിന് ശേഷം ഞാൻ ലേസ് കാണിച്ചു തന്നിട്ടില്ലേ, അത് ഈ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് വീതിയിൽ ആ ലേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഇപ്പോൾ ഒരു 10 എണ്ണത്തോളം ഈ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ 10 പീസ് ഈ ലേസ് ഈ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇത്. നോക്കിയതാ
10 പീസ് അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേൽ മാത്രമല്ല, മേലേലും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നോക്കുക, ആദ്യം തന്നെ ഇതാ ലൈനിൽ കറക്റ്റ് വെച്ചതിന് ശേഷം ഇതാ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴെ വശത്തും കൂടി സ്റ്റിച്ച് ചെയ്യുക. നമുക്കിപ്പോൾ ഓരോ നമ്മുടെ ചുരിദാറിൽ ഏതെല്ലാം മോഡൽ വേണമെന്നുള്ള നമ്മുടെ മൈൻഡിൽ എന്താണ് ചിന്തോദിക്കുന്നത് അതാണ് കേട്ടോ അതിൻ്റെ മോഡൽ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കിയാൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കാണുക. ഇനി വേണ്ടത് വെച്ചാൽ ഈ സൈഡിൽ വെക്കുന്ന പീസ് അന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നേരം വീഡിയോ എടുക്കുന്നേരം വീഡിയോ ഓഫായിപ്പോയി കേട്ടോ. ഇത് നോക്കിയതാ കറക്റ്റ് മടക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം കോർണർ കറക്റ്റ് ആക്കണേ മടക്കിയിട്ട്. ഈ സ്ട്രൈറ്റ് പീസ് തന്നെയാണ് ആ കോർണർ അപ്പുറത്തെ സൈഡ് വെക്കുന്നത് കറക്റ്റ് കാണിക്കാനല്ല, വീഡിയോ ഓഫായി പോയതാണ്, ചാർജ് ഇല്ലാണ്ട് അതങ്ങ് ഓഫായി പോയി. എന്നിട്ട് പിന്നെ മാറ്റി ചാർജ് കുത്തിയതിന് ശേഷം ഈ വശം എടുത്തത്. ഇങ്ങനെ ആ ഒരു വശം മാത്രം, നമ്മൾ ഈ മടക്കുന്ന വശം മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നോക്കിയേ, ഇതിനേക്കാൾ അളവ് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തത് തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ എത്താണ്ടാകുന്നല്ല, കുറച്ച് കൂടുതൽ എടുത്താൽ പ്രശ്നമില്ലല്ലോ. എന്നിട്ട് അതിന് ശേഷം ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വശത്ത് ഈ ഒരു ലേസ് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചുറ്റും വെച്ച് കൊടുക്കുക. ഇതാ ഈ കോർണർ എത്തുന്നേരം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കോർണറൊന്ന് സെറ്റാക്കണേ. കറക്റ്റ് ആ കോർണറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് തന്നെ ആക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആ ഒരു വശം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. കുറച്ച് ടൈം ഇതിന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ വെച്ചാൽ വീട്ടിൽ നിന്നിടാനുള്ളൊരു ടോപ്പായിക്കോട്ടെ നല്ല ഭംഗിയാവും കേട്ടോ. എന്താ വെച്ചാൽ ഇത് എനിക്ക് ഒരു ഓഫറിൽ കിട്ടിയ തുണിയാണ് കേട്ടോ. ഇത് എത്രയാ 100 രൂപയാറ്റ മീറ്ററിന് വന്നത്. അപ്പോൾ 2 മീറ്റർ എടുത്തിട്ട് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടോപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ 2.5 മീറ്ററോളം തുണി വേണം കേട്ടോ. 2.5 മീറ്റർ തുണിയും അതുപോലെ കൈക്കിപ്പോൾ ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ ലൈനിങ് 2 മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുന്നതാണെങ്കിൽ. ഇപ്പം നമ്മളിപ്പോൾ തയ്ക്കാൻ അറിയുന്നവർക്ക് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയും തയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതാക്കി. അപ്പോൾ 2 സൈഡ് ഇത് ലേസിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്തു, പിന്നെ രണ്ടാമത്തെ സൈഡും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇതാ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യണേ. ഇനി നോക്കിയതാ ഇനി അടുത്ത് ഈ ലേസാണ് വെക്കുന്നത്. നമ്മുടെ ഈ മടക്കില്ലേ, മടക്കിൻ്റെ അപ്പുറത്തെ സൈഡ് തയ്യൽ തുമ്പ് വരുന്നതാണ്ട. തയ്യൽ തുമ്പ് വരുന്ന വശത്ത് നല്ല വശമാണ് പതിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പുറമേ കാണുന്നത് മോശവശമാണ്. നല്ല വശം തയ്യൽ തുമ്പ് വരുന്ന വശത്തേക്ക് വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് എന്താ വെച്ചാൽ മടക്ക് വരുന്ന ഈ മടക്ക് കാണും. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന നേരം ഇടത്തെ സൈഡ് ആ മടക്കിൻ്റെ കറക്റ്റ് ആ മടക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയെല്ലാം അരയിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഈ തയ്യൽ തുമ്പിൻ്റെ ആ വശത്ത് വേണേൽ നമ്മൾ ഈ ലേസിൻ്റെ ഈ വശം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശം അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ വെക്കുന്നേരം വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ മോശവശം ചിലപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന രീതിയായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക ആദ്യം ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് നേരെ ഫ്രണ്ടിൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അന്നേരം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോർണറിൽ വെക്കുന്നേരം കുറച്ചൊരു ലൂസാക്കി കൊടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് മറിച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അന്നേരം ചിലപ്പോൾ എത്തൂല. ഇത് നോക്കിയത് ആ കോർണറിൻ്റെ അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എത്താൻ. എന്നിട്ട് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഞാൻ ലൈന് കൊടുത്തിട്ടില്ലേ, ഇതൊന്നും നിങ്ങൾ നോക്കണേ. അപ്പോൾ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇടത്ത് വശത്ത് നല്ല വശം പതിച്ച് വെച്ചതിന് ശേഷം മോശവശത്താണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മടക്ക് കണ്ട, ആ മടക്കിൻ്റെ കറക്റ്റ് മടക്കിനെ അവിടെ വെച്ചതിന് ശേഷം കോർണറിന് അവിടെ വെച്ചതിന് ശേഷം നോക്കിയേ ഇടത്ത് വശത്ത് ഈ ലേസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതാ അങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ മറിച്ചിടുന്നതിന് നമ്മളിപ്പോൾ അവിടെ എന്തായാലും അയൺ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല നീറ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ ഈ ടോപ്പിൻ്റെ പീസിലൂടെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക മൊത്തമായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഇതാ അപ്പുറത്തെ തറ്റക്കും കൂടി ലേസ് ഇങ്ങോട്ടേക്ക് വിടർന്ന് പോകുമല്ലോ, അതിന് വേണ്ടി അപ്പുറം കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഇടത്ത് വശത്തല്ല വെച്ച് മറ്റേത് നേരം വലത്ത് വശത്തേക്കാണ് വെക്കേണ്ടത്. ആ ഒരു മാറ്റം മാത്രം വെക്കുന്നത് മാത്രം ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കാണിച്ചു കഴിഞ്ഞാൽ വലിയ ലോങ് വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ടാണ് കുറേയെല്ലാം ഞാൻ ഒഴിവാക്കി കാണിക്കുന്നത്. എന്താ വെച്ചാൽ കുറേ സമയത്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയതാ, ഇത് വലത്ത് വശത്താണ് വെച്ച്, ഈ ടോപ്പിൻ്റെ വലത്ത് വശത്ത് ഈ മടക്കിൻ്റെ അപ്പുറത്തെ സൈഡ് വലത്ത് വശത്തേക്ക് വെച്ചതിന് ശേഷം മോശവശം വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. മോശവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശം തുണിയോട് അടുപ്പിച്ചിട്ടാണ് വെക്കുന്നത്, അപ്പോൾ മോശവശം പുറത്ത് കാണുന്നത്. എന്നിട്ട് നോക്കിയതാ ഇനി ഇതിൻ്റെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ മദ്യം കാണുക കേട്ടോ. മദ്യം കണ്ടതിന് ശേഷം ഇല്ലെങ്കിൽ തുണിൻ്റെ മധ്യത്തിൽ ലൈന് കൊടുക്കുക. എന്നിട്ടിതാ ഈ നെക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പീസ് പോകണേ. എന്താ വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ പുറത്തേക്കാണ് ഇത് വന്നെങ്കിൽ എന്താവും, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ നോക്കിയ മുകൾ വശം ഒരു
ഫിനിഷിംഗ് ഇല്ലല്ലോ, അപ്പോൾ ഫിനിഷിംഗ് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു പീസ് എന്ന് വെച്ചാൽ കൂടി വന്ന് 6 ഇഞ്ചല്ലേ നമ്മൾ നെക്ക് വിടുത്ത് വന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 6 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് 7 ഇഞ്ചെല്ലാം നേരം എത്ര നെക്ക് വെച്ചാൽ നെക്കിൻ്റെ പുറത്തേക്കാണ് വരിക. അപ്പോൾ രണ്ട് വശത്തുള്ള അളവ് നോക്കുക എത്ര വരുന്നത്. ഇപ്പോൾ ഇതാ നോക്കി 2 ഇഞ്ച് വീതം അകലാണ് വന്നത്. നമ്മൾ പിന്നെ കുത്തിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നോക്കിയതാ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തു. പിന്നെ നോക്കിയത് ഞാൻ പറഞ്ഞില്ല കോർണറിൻ്റെ അവിടെ കുറച്ചൊന്ന് ടൈറ്റ് വന്നതിന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് ലേസിൻ്റെ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെന്തായാലും 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആരും ഇത് കഴിച്ചു നോക്കുമൊന്നുമില്ലല്ലോ നിങ്ങൾ കൂട്ടിയടിച്ചതെന്ന് നോക്കാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറ്റിയാൽ നമ്മൾ അപ്പോഴും തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഉള്ളത് എന്താ വെച്ചാൽ അത്രയേ ഉള്ളൂ, അത് നമ്മൾ പിടിച്ച് വലിച്ചടിച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ലേസിൻ്റെ ചെറിയൊരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. അങ്ങനെ തിരിയൊന്നുമില്ല. ലേസിൻ്റെ പീസ് വെച്ചതാണെന്നുള്ളത് നോക്കി. എന്നിട്ട് 2 അടിപ്പ് കൊടുത്ത് കഴിഞ്ഞതാ ചുറ്റിനൊക്കെ റെഡിയായി. ഇത് അപ്പോൾ അവിടെ കട്ട് ചെയ്തതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനി അടുത്ത പീസ് കൈക്ക് വേണ്ടതാണ്. അതും നിങ്ങൾ വെക്കുന്ന നോക്കി ഈ മടക്കില്ല തയ്യൽ തുമ്പിൻ്റെ അപ്പുറത്തെ വശം നല്ല വശം അങ്ങനെ വെച്ച് ഇതെങ്ങനെയാണ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ മടക്കിൻ്റെ അപ്പുറത്തായിട്ട് നോക്കിയേ തയ്യൽ തുമ്പിൻ്റെ ആ വശത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മോശവശം വെച്ചിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല വശത്തോട് യോജിപ്പിച്ച് വെച്ചിട്ടാണ് ഇതാ ഇത് നോക്കിയെന്ന് വൃത്തി ഇങ്ങനെ വരണം. അതുപോലെ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. മോശവശമല്ല തയ്യൽ തുമ്പിൽ ഇതിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലേസിൻ്റെ. അപ്പോൾ ഇത് 2 സ്ലീവിനും കൂടിയിട്ടുള്ള ഇതാണ് ബാൻഡാണ് ഇത്. നോക്കിയേ വിടർത്തിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കിട്ടുക നിവർത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് കയ്യിലേക്ക് ഇനി കൈ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് നിവർത്തൊന്നും ചെയ്യാണ്ട് അത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കൈൻ്റെ മോശവശത്തേക്ക്. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഇതുണ്ടാവില്ല, സ്റ്റിച്ച് പുറത്ത് കാണുമല്ലോ, ആ സ്റ്റിച്ച് മേലോട്ട് തന്നെ ഇപ്പോൾ നോക്കിയാൽ 2 കൈക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാണ്ട് തന്നെ ആദ്യം തന്നെ 2 കൈയും ഒരുമിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കിയേ എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയേ നിവർത്തിയിട്ട് ലേസ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്രസ്സാക്കി വെച്ചതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ കൈയും കൂടി ഇതേപോലെ തന്നെ 2 കൈയും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കോർണറിൽ ഇത് എന്താ പറയുക സൂചി കുത്തിയിട്ട് ഇപ്പത്തേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് സൂചി കുത്തി വെച്ചതിന് ശേഷം തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഈ ഒരു യെല്ലോ പീസിൻ്റെ അതിൻ്റെ മുകളിലോട്ട് ലേസിൻ്റെ മുകളിലോട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്, യെല്ലോ പീസിൻ്റെ മുകളിലോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസിൻ്റെ നമ്പറില്ലേ അപ്പുറവും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമാണെങ്കിൽ ഇങ്ങനെ മാത്രം കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നോക്കിയേ കൈ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ല പീസിൽ ടോപ്പിൻ്റെ പീസ് ആ നല്ല പീസിൻ്റെ കൂടെ ലൈനിങ് കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയേ അതിൻ്റെ മദ്യം കാണാൻ ഞാൻ പറഞ്ഞില്ല ഒരു നോച്ചിട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ടോപ്പിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു നോച്ചുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. എന്താ വെച്ചാൽ ഈ ക്യാൻവാസിലാവാതെ വേണേ സ്റ്റിച്ച് ചെയ്യാൻ. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നതിനാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നോക്കിയേ സൈഡ് വെച്ചിട്ട് ക്യാൻവാസിൻ്റെ തറ്റ വെച്ച് എന്താ വെച്ചാൽ ക്യാൻവാസിൻ്റെ മുകളിലല്ലാതെ തുണിയിലാണേ വേണ്ടത്. അപ്പോൾ തറ്റ വെച്ചിട്ട് ചുറ്റും ഈ സൂചി നമ്മൾ എന്താ പറയുക ഇനി സൂചി എടുക്കരുതേ, അവിടെ നിന്ന് സൂചി എടുക്കാതെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ എടുത്തിട്ട് മാറ്റി സൂചി കുത്തുന്നേരം അവിടെ ഒരു കോർണറാവും. അപ്പോൾ കോർണർ ആവാണ്ട് ഇത് ഇപ്പോൾ റൗണ്ട് നെക്കല്ലേ, റൗണ്ട് നെക്കാവുന്നേരം ഇത് എടുക്കാതെ ഇങ്ങനെ തന്നെ കറക്റ്റ് വെച്ചിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്യാം കേട്ടോ. ഒരു 1/4 ഇഞ്ച് മാത്രം അവിടെ വെച്ചിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചുറ്റും ഓരോ ചെറിയ കട്ടും കൊടുക്കുക. എന്താ വെച്ചാൽ മറിച്ചിടുന്നതിന് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ചുളിവും കാര്യങ്ങളെല്ലാം വരുന്നതിന് ചുറ്റും ഓരോ ചെറിയ കട്ടും കൂടിയും കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു കട്ടും കൂടിയും കൊടുത്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ നെക്കും കൂടി ഇവിടെ റെഡിയായേ. അപ്പോൾ ഇനി ജസ്റ്റ് നെക്കൊന്ന് ഇതിങ്ങനെ വിടർത്തി വെച്ചതിന് ശേഷം ഒരു പതിച്ചടിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ചുളിവ് ഇതൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെ വെച്ചിട്ട് ചുറ്റും നമുക്കൊന്ന് പതിച്ചിട്ട് അടിച്ച് കൊടുക്കാം. അങ്ങനെ അടിച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ ഇതില്ലേ ഈ ക്യാൻവാസിൻ്റെത്, അപ്പോൾ ഈ ബാക്കിൽ എന്തായാലും ഇത് ഇങ്ങനെയെല്ലാം ഉണ്ടാവുക. അതെന്താ ചെയ്യാൻ നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രണ്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്യുന്നേ ഇല്ല, എല്ലാം ബാക്കിലേക്ക് തന്നെയാണ് കേട്ടോ. ഇതിപ്പം ബാക്കിലാണ് ഞാൻ പതിച്ചടിക്കുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ക്യാൻവാസ് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈത്തുന്ന് ചെയ്ത് കൊടുക്കാം. എന്തായാലും സാരില്ല, ഞാനിപ്പോൾ ലൈനിങ്ങുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നോക്കിയാൽ
ഈ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. നല്ല പ്രസ്സാക്കിയതിന് ശേഷം വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക. ഒരു പേപ്പറായിട്ട് മുമ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പതിന് നിൽക്കും. ഇതിപ്പോൾ റയോണിൻ്റെ തുണിയായതുകൊണ്ട് തന്നെ പതിന് നിൽക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇതാ ടോപ്പിൻ്റെ തുണി മാറ്റിയതിന് ശേഷം ലൈനിങ് ഇപ്പുറത്തേക്ക് വിടർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നോക്കിയാൽ ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് തറ്റ വെച്ചിട്ട് നമുക്ക് ഈ ഇതില്ലേ എന്താ പറയുക, ക്യാൻവാസ് തറ്റ വെച്ചാൽ ഉള്ളിൽ ഇതെന്താ പറയുക, ചുളിഞ്ഞ് പോകുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ നല്ല നീറ്റിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ബ്ലാക്ക് നൂലുകൊണ്ട് യെല്ലോ സ്റ്റിച്ച് ചെയ്യുന്നേരം ഒരു വൃത്തിയില്ലാത്തതുപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്തേരോ യെല്ലോ നൂലിടാൻ വിട്ടുപോയി, അതാ പറ്റിയത്. അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിൻ്റെ നെക്കും സ്ലീവ് റെഡിയായി. ഇനി അടുത്ത ഫുൾ സ്റ്റിച്ച് മറ്റുള്ള സ്റ്റിച്ചിങ് അല്ലേ, ഷോൾഡർ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്, അതേപോലെ സ്ലിറ്റ്, അതെല്ലാം ഇനി അടുത്ത വീഡിയോയിലിടാം കേട്ടോ. ഇതന്നെ നല്ല ലെങ്ത്തായി. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നേരം നിങ്ങൾക്ക് തന്നെ ബോറടിക്കില്ല. ഇതിപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അമർത്തുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്കിങ്ങനെ മോഡൽ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കി നല്ല നല്ല മോഡൽസ് ഞാൻ അയച്ചു തരാം കേട്ടോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.